കഥകളിയെ അടുത്തറിയാനും ആസ്വദിക്കാനും വേദിയൊരുക്കുകയാണ് കൊല്ലം പരവൂരിലെ വനമാലി കൾച്ചറൽ ട്രസ്റ്റ്. ക്ലബിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പരിപാടികൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അരങ്ങിൽ സന്താനഗോപാലം പുരോഗമിക്കുന്നു. കഥയും പശ്ചാത്തലവും വേഷവുമെല്ലാം വിവരിച്ച് നടക്കുന്ന പരിപാടി കാണാൻ പ്രായഭേദമില്ലാതെ ആസ്വാദകരുണ്ട്. കഥകളി കലാകാരനായിരുന്ന അച്ഛൻ സദാനന്ദൻ പിള്ളയുടെ സ്മരണയ്ക്കായി മകൻ കലാമണ്ഡലം ബിജുവാണ് വനമാലി ട്രസ്റ്റ് സ്ഥാപിച്ചത്. സിംഗപ്പൂരിൽ കഥകളി അധ്യാപകനാണ് ബിജു. കൊല്ലം പരവൂർ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 3-ൽ-പരം വർഷങ്ങളായി കഥകളി എന്ന കലാരൂപത്തെ പ്രചാരം ചെയ്യുന്നതിന് വേണ്ടി രൂപം കൊണ്ട വനമാലി കൾച്ചറൽ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് ഞാൻ. സിംഗപ്പൂരിൽ ഭാസ്കേഴ്സ് ആർട്സ് അക്കാദമി എന്ന കഥകളി ഡാൻസ് സ്കൂളിൽ കഥകളി അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ്. അതിനിടയിൽ കിട്ടുന്ന സമയങ്ങളിൽ പരവൂരിൽ കഥകളിയെ ജനകീയമാക്കുവാനും കഥകളിക്ക് കൂടുതൽ ആസ്വാദകരെ സൃഷ്ടിക്കുവാനും വേണ്ടി വനമാലി കൾച്ചറൽ ട്രസ്റ്റ് എന്ന നാമധേയത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും സുമനസ്സുകളായ പരവൂരിലെ കലാ ആസ്വാദകരുടെ സഹകരണത്തോടുകൂടി അത് 3 വർഷമായി നടത്തിക്കൊണ്ടുവരികയും ചെയ്തു വരുന്നു. വർഷത്തിൽ 2 പരിപാടികളാണ് ട്രസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കഥകളി ആസ്വാദന ക്ലാസും ക്വിസ് മത്സരവുമൊക്കെയായി 3ാം വർഷത്തിലെത്തുമ്പോൾ കഥകളി ക്ലബ്ബ് സജീവമാണ്. ഇവിടുത്തെ ഒരു വലിയ കഥകളി ആചാര്യനുണ്ടായിരുന്നു, ശ്രീ സദാനന്ദൻ പിള്ള. അദ്ദേഹത്തിൻ്റെ മകൻ കലാമണ്ഡലം ബിജു ആണ് ഇതിന് നേതൃത്വം കൊടുത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. 3ാമത് വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ 2 വാർഷികത്തിലും ഇന്നും ഈ 3 വാർഷികങ്ങളിലും പ്രാഥമികമായ കഥകളിയെക്കുറിച്ച് നല്ല രീതിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും കഥകളിയെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കണമെന്നുള്ളവർക്ക് വളരെ ആധികാരികമായ രീതിയിൽ 2 മണിക്കൂറോളം നിൽക്കുന്ന ക്ലാസ് എല്ലാ കഥകളി നടക്കുന്ന ദിവസങ്ങളിലും നടത്തുന്നുണ്ട്. കേരളത്തിന്റെ സ്വന്തം കലാരൂപം കൂടുതൽ ജനകീയമാക്കാനുള്ള ട്രസ്റ്റിന്റെ ശ്രമങ്ങൾക്ക് ഒപ്പം നിൽക്കുകയാണ് ഒരു നാട്. ന്യൂസ് 18 കൊല്ലം.